എല്ലാ കൂട്ടുകാർക്കും SSC GD പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള റാപ്പിഡ് GK ക്വസ്റ്റ്യൻ സീരീസിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം ബോംബെ സമാചാറാണ്. ബോംബെ സമാചാർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഇന്ത്യയുടെ ആദ്യത്തെ പത്രം എന്ന് പറയുന്നത് ബംഗാൾ ഗസറ്റാണ്. ആ ചോദ്യങ്ങൾ തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. ഏറ്റവും ആദ്യം തുടങ്ങുന്നത് ബംഗാൾ ഗസറ്റാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള, അതായത് ഏറ്റവും ആദ്യം തുടങ്ങി ഇപ്പോഴും പ്രചാരത്തിലുള്ള പത്രം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ബോംബെ സമാചാറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ബംഗാൾ ഗസറ്റാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം. ഉത്തരം ഗോവ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഗോവയാണ്. അടുത്തത്, ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ്. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസാണ്. ഇദ്ദേഹം തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ്, മുഖചിത്രമൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കലാകാരൻ കൂടിയാണ് നന്ദലാൽ ബോസ്. അടുത്തത്, ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ശരിയായിട്ടുള്ള ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറാണ്. വന്ദേ മാതരത്തിൻ്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിൻ്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബുക്കർ സമ്മാനം നേടിയ ആദ്യ മലയാളി വനിത അരുന്ധതി റോയ്. ബുക്കർ സമ്മാനം നേടിയ ആദ്യ മലയാളി വനിത അരുന്ധതി റോയ് ആണ്. അടുത്ത ചോദ്യം, ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരിയാണ്. കേരളത്തിൻ്റെ തനതായ നൃത്തം. ശരിയായിട്ടുള്ള ഉത്തരം മോഹിനിയാട്ടമാണ്. ഇത് SSC പരീക്ഷയുടെ സ്ഥിരമായിട്ടുള്ള ചോദ്യമാണ്. ഓരോ സംസ്ഥാനങ്ങളുടെയും നൃത്തരൂപങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യം. കേരളത്തിൻ്റെ ഒഫീഷ്യൽ ഡാൻസ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത് മോഹിനിയാട്ടമാണ്. അതേപോലെ തമിഴ്നാടിൻ്റെ ഭരതനാട്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്ഥിരമായി SSCക്ക് ചോദിക്കാറുള്ളതാണ്. അടുത്തത്, മലബാർ മാനുവൽ രചിച്ചത് ആര് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം വില്യം ലോഗൻ. മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗനാണ്. പുരാതന ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യം മഗധ സാമ്രാജ്യമാണ്. പുരാതന ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യം മഗധ സാമ്രാജ്യമാണ്. ലോകത്തിലെ ആദ്യത്തെ പത്രം ഏത് രാജ്യത്താണ് പ്രസിദ്ധീകരിച്ചത്? ശരിയായിട്ടുള്ള ഉത്തരം ചൈന. ലോകത്തിലെ ആദ്യ പത്രം ഏത് രാജ്യത്താണ് പ്രസിദ്ധീകരിച്ചത്? ശരിയായിട്ടുള്ള ഉത്തരം ചൈന. രാജ്യത്തിൻ്റെ പേര് സ്റ്റാമ്പിൽ അച്ചടിക്കാത്ത ഏക രാജ്യം ഇംഗ്ലണ്ടാണ്. ഏത് രാജ്യത്തിൻ്റെ പേരാണ് ആ രാജ്യത്തെ സ്റ്റാമ്പിൽ അച്ചടിക്കാത്തത് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം ഇംഗ്ലണ്ടാണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായ രാജ്യം. ലോകത്തിലെ ആദ്യത്തെ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായ രാജ്യം USA അല്ലെങ്കിൽ അമേരിക്കയാണ്. ലോകത്തിലെ ആദ്യത്തെ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായ രാജ്യം USA അല്ലെങ്കിൽ അമേരിക്ക. ആധുനിക ജനാധിപത്യ സമ്പ്രദായം നിലവിൽ വന്ന ആദ്യ രാഷ്ട്രം ഇംഗ്ലണ്ടാണ്. ആധുനിക ജനാധിപത്യ സമ്പ്രദായം നിലവിൽ വന്ന ആദ്യ രാഷ്ട്രം ഇംഗ്ലണ്ടാണ്. ഒറ്റ രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡം ഓസ്ട്രേലിയ. ഒറ്റ രാജ്യം മാത്രമുള്ള വൻകര അല്ലെങ്കിൽ ഭൂഖണ്ഡം ഓസ്ട്രേലിയയാണ്. ഇംഗ്ലീഷിലെ അക്ഷരമാല ക്രമത്തിൽ ഏറ്റവും ആദ്യം വരുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. നമ്മൾ രാജ്യങ്ങളുടെ പേരുകൾ അക്ഷരമാല ക്രമത്തിൽ എഴുതുമ്പോൾ ആദ്യം വരുന്ന പേര് അഫ്ഗാനിസ്ഥാൻ എന്നുള്ള രാജ്യമായിരിക്കും. ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള രാഷ്ട്രം ഇസ്രയേലാണ്. ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള രാഷ്ട്രം ഇസ്രയേലാണ്. പൊതു തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഇന്ത്യ. പൊതു തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഇന്ത്യയാണ്. ഹാരി പോട്ടർ എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് JK റൗളിംഗ്. ഹാരി പോട്ടർ എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് JK റൗളിംഗ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം മലബാറിൻ്റെ പൂന്തോട്ടം എന്നാണ്.
ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം മലബാറിൻ്റെ പൂന്തോട്ടം എന്നാണ്. ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന വാഗ അതിർത്തി ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം പഞ്ചാബ്. അടുത്ത ചോദ്യം, ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് കര അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ എത്ര? ഉത്തരം 22 ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യൻ ഭരണഘടന 22 ഭാഷകളെയാണ് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, ആശയവിനിമയ രംഗത്ത് സ്മൈലി സംഭാവന ചെയ്ത വ്യക്തി ആര് എന്നാണ് ചോദ്യം. ഉത്തരം സ്കോട്ട് സാൽമാൻ. ആശയവിനിമയ രംഗത്ത് സ്മൈലി, നമ്മൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കാറുള്ള സ്മൈലികൾ സംഭാവന ചെയ്ത വ്യക്തി സ്കോട്ട് സാൽമാനാണ്. അടുത്തത്, യവനരുടെ വാൽമീകി എന്നറിയപ്പെടുന്ന അന്ധകവി ഹോമറാണ് ശരിയായിട്ടുള്ള ഉത്തരം. യവനരുടെ വാൽമീകി എന്നറിയപ്പെടുന്ന അന്ധകവി ഹോമറാണ്. അടുത്തത്, ബുദ്ധമതത്തിൻ്റെ പുണ്യഗ്രന്ഥം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ത്രിപീഡക. ത്രിപീഡക എന്നാണ് ബുദ്ധമതത്തിൻ്റെ പുണ്യഗ്രന്ഥത്തിൻ്റെ പേര്. അടുത്ത ചോദ്യം, സിഖ് മതത്തിൻ്റെ പുണ്യഗ്രന്ഥം ഏത്? ശരിയായിട്ടുള്ള ഉത്തരം ഗുരു ഗ്രന്ഥ സാഹിബ് എന്നാണ്. സിഖ് മതത്തിൻ്റെ പുണ്യഗ്രന്ഥത്തിൻ്റെ പേരാണ് ഗുരു ഗ്രന്ഥ സാഹിബ്. ഡൽഹിയിലെ ലേഡി ശ്രീറാം കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഇവർ നോബൽ സമ്മാന ജേതാവാണ്. നോബൽ സമാധാന സമ്മാന ജേതാവാണ്. ആരാണ് ആ വ്യക്തി എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം ആങ് സാൻ സൂചി ആണ്. ആങ് സാൻ സൂചി നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള മ്യാൻമറിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ആങ് സാൻ സൂചി എന്നറിയപ്പെടുന്ന വനിത. അവർ ഒരു നൊബേൽ സമ്മാന ജേതാവ് കൂടിയാണ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തി കൂടിയാണ് ആങ് സാൻ സൂചി. ഇവർ ഡൽഹിയിലെ ലേഡി ശ്രീറാം കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായിരുന്നു. ആരുടെ 200ാം ജന്മവാർഷികത്തിനാണ് ഇന്ത്യ സ്പർശനത്താൽ മനസ്സിലാക്കാവുന്ന സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം ലൂയിസ് ബ്രെയ്ലി. ലൂയിസ് ബ്രെയ്ലിയുടെ 200ാം ജന്മവാർഷികത്തിനാണ് ഇന്ത്യ സ്പർശനത്താൽ മനസ്സിലാക്കാവുന്ന സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ഏറ്റവും വിലയേറിയ സുഗന്ധവ്യഞ്ജനം? ശരിയായിട്ടുള്ള ഉത്തരം കുങ്കുമപ്പൂവാണ്. ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനം എന്ന് പറയുന്നത് കുങ്കുമപ്പൂവാണ്. സസ്യചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് ക്രസ്കോഗ്രാഫ്. സസ്യചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ക്രസ്കോഗ്രാഫാണ്. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെ.സി. ബോസാണ്. ജെ.സി. ബോസാണ് സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ക്രസ്കോഗ്രാഫ് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനും ജെ.സി. ബോസ് തന്നെയാണ്. ജെ.സി. ബോസാണ് സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയത്. അദ്ദേഹം തന്നെയാണ് ചെടികളുടെ വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമായ ക്രസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത്. അടുത്ത ചോദ്യം, ഹരിതകത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകം? ഹരിതകത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകത്തിൻ്റെ പേരാണ് മഗ്നീഷ്യം. ഹരിതകത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകത്തിൻ്റെ പേര് മഗ്നീഷ്യം എന്നാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. യൂറോപ്പിലെ നവോത്ഥാനം ആരംഭിച്ചത് ഏത് രാജ്യത്താണ് എന്നാണ് ചോദ്യം. ഉത്തരം ഇറ്റലി. യൂറോപ്പിലെ നവോത്ഥാനം ആരംഭിച്ചത് ഇറ്റലിയിലാണ്. യൂറോപ്പിലെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. യൂറോപ്പിലെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിയമപുസ്തകത്തിൻ്റെ പേരാണ് UN ചാർട്ടർ. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിയമപുസ്തകത്തിൻ്റെ പേരാണ് UN ചാർട്ടർ. ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് ആരാണ്? ശരിയായിട്ടുള്ള ഉത്തരം R. രാമസ്വാമി മുതലിയാർ. ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് R. രാമസ്വാമി മുതലിയാർ. മനുഷ്യ ശരീരത്തിലെ ഏത് ഗ്രന്ഥിയാണ് ആദമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത്? ഉത്തരം തൈറോയിഡ് ഗ്രന്ഥിയാണ്.
മനുഷ്യ ശരീരത്തിലെ ഏത് ഗ്രന്ഥിയാണ് ആദമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത്? ഉത്തരം തൈറോയിഡ് ഗ്രന്ഥി. മാൽഗുഡി ഡേയ്സ് ആരുടെ കൃതിയാണ്? ഇങ്ങനെയുള്ള പുസ്തകങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് SSC ചോദിക്കാറുള്ളതാണ്. അതിൽ SSC സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് ഈ പുസ്തകത്തിൻ്റെ രചയിതാവിനെ പറ്റിയുള്ള ചോദ്യം. മാൽഗുഡി ഡേയ്സ് എഴുതിയത് RK നാരായണനാണ്. സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ പ്രതികരണ ശേഷിയുണ്ടെന്ന് തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഉത്തരം JC ബോസാണ്. അടുത്ത ചോദ്യം, ശ്രീബുദ്ധൻ്റെ കുതിരയുടെ പേര്. ശ്രീബുദ്ധൻ്റെ കുതിരയുടെ പേരാണ് കാന്തകൻ. ശ്രീബുദ്ധൻ്റെ കുതിരയുടെ പേര് കാന്തകൻ എന്നാണ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കുതിരയുടെ പേരാണ് ബ്യൂസിഫലസ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കുതിരയുടെ പേരായിരുന്നു ബ്യൂസിഫലസ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ചത് ആര് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി ആയിരുന്നു. മാഡിബ എന്ന് വിളിക്കപ്പെടുന്ന ലോക നേതാവ്. ഉത്തരം നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേല അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു മാഡിബ എന്നത്. ഏത് രാജ്യങ്ങൾ തമ്മിലാണ് സിംല കരാർ ഉണ്ടാക്കിയത്? ശരിയായിട്ടുള്ള ഉത്തരം ഇന്ത്യ പാകിസ്ഥാൻ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് സിംല കരാർ ഉണ്ടാക്കിയത്. പിസികൾച്ചർ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മത്സ്യകൃഷി. മത്സ്യകൃഷിയെ വിളിക്കുന്ന പേരാണ് പിസികൾച്ചർ എന്ന് പറയുന്നത്. രജപുത്ര രാജാവായ റാണ പ്രതാപിൻ്റെ കുതിരയുടെ പേര് ചേതക് എന്നായിരുന്നു. രജപുത്ര രാജാവായിരുന്ന റാണ പ്രതാപിൻ്റെ കുതിരയുടെ പേര് ചേതക് എന്നായിരുന്നു. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള രാജ്യം അമേരിക്കയാണ്. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള രാജ്യം അമേരിക്കയാണ്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായുള്ള ഏഷ്യൻ രാജ്യങ്ങൾ ഇന്ത്യയും സൗത്ത് കൊറിയയുമാണ്. ഇന്ത്യയെ കൂടാതെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കുന്നത് സൗത്ത് കൊറിയയാണ്. ദയാവധത്തിന് നിയമസാധുത നൽകിയ ആദ്യ രാജ്യം നെതർലാൻഡാണ്. ദയാവധത്തിന് നിയമസാധുത നൽകിയ ആദ്യ രാജ്യം നെതർലാൻഡ്. ആദ്യമായി മൂല്യവർദ്ധിത നികുതി അല്ലെങ്കിൽ GST എന്ന ആശയം ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസാണ്. ആദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസാണ്. ഫുട്ബോൾ കൺട്രി എന്നറിയപ്പെടുന്ന രാജ്യം ബ്രസീൽ. ഫുട്ബോൾ കൺട്രി എന്നറിയപ്പെടുന്ന രാജ്യം ബ്രസീലാണ്. ഏഷ്യയിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം മ്യാൻമറാണ്. ഏഷ്യയിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം മ്യാൻമറാണ്. അത് യൂറോപ്പിലെ രോഗിയാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം തുർക്കിയാണ്. യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം തുർക്കിയാണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയ മരിയ ഇസബെൽ പെറോൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റിൻ്റെ പേരായിരുന്നു മരിയ ഇസബെൽ പെറോൺ. ഇവർ ഭരണം നടത്തിയ രാജ്യം ഏത് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം അർജൻറ്റീന. ലോകത്തിൽ ആദ്യമായിട്ട് ഒരു വനിതാ പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്നത് അർജൻറ്റീനയിലാണ്. അതേപോലെ തന്നെ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു പ്രധാനമന്ത്രി ആവുന്ന വനിത എന്ന് പറയുന്നത് സിരിമാവോ ബണ്ടാര നായകെ ആണ്. സിരിമാവോ ബണ്ടാര നായകെ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായിരുന്നു സിരിമാവോ ബണ്ടാര നായകെ. ഇത് രണ്ടും സ്ഥിരമായിട്ട് SSC സ്ട്രാറ്റജിക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ചോദിക്കാറുള്ളതാണ്. അടുത്തത്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയിലെ ഏത് നഗരത്തിലാണ് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം ന്യൂയോർക്ക്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയിലെ ഏത് നഗരത്തിലാണ്? ഉത്തരം ന്യൂയോർക്ക്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജ്യത്താണ്? ഉത്തരം മെക്സിക്കോ. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജ്യത്താണ്? ഉത്തരം മെക്സിക്കോ. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോങ് ആണ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നോർമൻ ബോർലോങ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായിരുന്നു ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് സ്വാമിനാഥനായിരുന്നു. ഹരിത വിപ്ലവം തുടങ്ങുന്ന രാജ്യം മെക്സിക്കോയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോങ് ആണ്.
ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് സ്വാമിനാഥനാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം, ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരനായ ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാഭ് ഘോഷാണ്. അമിതാഭ് ഘോഷ് ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരനായ ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാഭ് ഘോഷാണ്. ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിക്കുന്ന വ്യക്തി മലയാളിയായ ജി ശങ്കരക്കുറുപ്പിനായിരുന്നു. ആദ്യമായി ജ്ഞാനപീഠം ലഭിക്കുന്ന വ്യക്തി ജി ശങ്കരക്കുറുപ്പാണ്. ആദ്യമായിട്ട് ജ്ഞാനപീഠം അവാർഡ് ലഭിക്കുന്ന ഇന്ത്യക്കാരനായ ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാഭ് ഘോഷായിരുന്നു. അടുത്ത ചോദ്യം, മുദ്രാരാക്ഷസം എന്ന കൃതിയിൽ പരാമർശിക്കപ്പെടുന്ന പ്രശസ്തനായ മൗര്യ രാജാവ് ആര്? ശരിയായിട്ടുള്ള ഉത്തരം ചന്ദ്രഗുപ്ത മൗര്യൻ. മുദ്രാരാക്ഷസം എന്ന കൃതിയിൽ പരാമർശിക്കപ്പെടുന്ന പ്രശസ്തനായ മൗര്യ രാജാവിൻ്റെ പേരാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. മുദ്രാരാക്ഷസം എന്ന കൃതി രചിച്ചത് വിശാഖദത്തനാണ്. വിശാഖദത്തൻ രചിച്ച കൃതിയാണ് മുദ്രാരാക്ഷസം. ആ കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൗര്യ രാജാവാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. കൃഷ്ണദേവരായരുടെ രാജസദസ്സായ ഭുവന വിജയത്തെ അലങ്കരിച്ചിരുന്ന കവി സദസ്സ് അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം അഷ്ടദിഗ്ഗജങ്ങൾ. അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന പ്രശസ്തമായ കവി സദസ്സ് ഏത് രാജാവിൻ്റെ സമയത്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം കൃഷ്ണദേവരായർ എന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം. അല്ലെങ്കിൽ കൃഷ്ണദേവരായരുടെ രാജസദസ്സിലെ കവി സദസ്സിൻ്റെ പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഷ്ടദിഗ്ഗജങ്ങൾ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്തത്, വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായ കൃഷ്ണദേവരായരുടെ രാജസദസ്സ് എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം ഭുവന വിജയം. ഒരേ ചോദ്യം തന്നെയാണ്. എന്തായിരുന്നു ആ രാജസദസ്സിൻ്റെ പേര്? ഭുവന വിജയം എന്നാണ്. ആ രാജസദസ്സിലെ കവി സദസ്സിൻ്റെ പേരായിരുന്നു അഷ്ടദിഗ്ഗജങ്ങൾ. അപ്പോൾ ഇത് രണ്ട് തരത്തിലും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പലിൻ്റെ പേര്? ഉത്തരം ജൽ ഉഷ. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കപ്പലിൻ്റെ പേര് ജൽ ഉഷ എന്നായിരുന്നു. അടുത്ത ചോദ്യം, കൊച്ചിയെ അറബിക്കടലിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടി ആണ്. കൊച്ചിയെ അറബിക്കടലിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടി. കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്നത് ഗുജറാത്തിലെ അലാങ് തുറമുഖമാണ്. കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്നത് ഗുജറാത്തിലെ അലാങ് തുറമുഖം. പാരദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം ഒഡീഷ. പാരദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ സംസ്ഥാനത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖം ഗുജറാത്തിലെ കാണ്ട്ല ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖം ഗുജറാത്തിലെ കാണ്ട്ലയാണ്. അടുത്ത ചോദ്യം, മ്യൂറൽ പഗോഡ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ക്ഷേത്രം തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രമായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രം. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. 3 മതങ്ങളുടെയും വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ജെറുസലേമാണ്. 3 മതങ്ങളുടെയും വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്നത് ജെറുസലേമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി VO ചിദംബരം പിള്ള.
കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമര സേനാനി വി.ഒ. ചിദംബരം പിള്ളയാണ്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം സോഡിയം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം സോഡിയമാണ്. ഒരാൾ ഭയക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ, ഒരാൾ പേടിക്കുന്ന സമയത്ത് അയാളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണിൻ്റെ പേര് അഡ്രിനാലിൻ. പതാകയിൽ രാജ്യത്തിൻ്റെ ഭൂപടമുള്ള ഏക രാജ്യം സൈപ്രസ് ആണ്. സൈപ്രസ് രാജ്യത്തിൻ്റെ പതാകയിൽ സൈപ്രസിൻ്റെ ഭൂപടം ഉൾക്കൊള്ളുന്നുണ്ട്. അടുത്ത ചോദ്യം, മണിപ്പൂരിനെ ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് എന്ന ചോദ്യവും വരും. ഉത്തരം മണിപ്പൂരാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് നെഹ്റു ആണ്. തവാങ് വിഹാരം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം അരുണാചൽ പ്രദേശ്. തവാങ് ബുദ്ധവിഹാരം സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ടയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ടയാണ്. ജൂതമത വിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥം തോറയാണ്. ജൂതമത വിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പേരാണ് തോറ. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹത്തിൻ്റെ പേര് ആപ്പിൾ എന്നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം, ചോദ്യം ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹത്തിൻ്റെ പേര് ആര്യഭട്ട എന്നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ആപ്പിളാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹിയാണ്. മയോപ്പിയ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഉത്തരം കണ്ണാണ്. മയോപ്പിയ ബാധിക്കുന്ന അവയവമാണ് കണ്ണ്. അടുത്ത ചോദ്യം, ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത? ഉത്തരം ബാനു അത്തയ്യ. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത ബാനു അത്തയ്യ. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശരിയായിട്ടുള്ള ഉത്തരം മാഡം ഭിക്കാജി കാമ. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമയാണ്. ചോദ്യം, ദേശീയ ശാസ്ത്ര ദിനം എന്നാണ്? ശരിയായിട്ടുള്ള ഉത്തരം ഫെബ്രുവരി 28-നാണ് ഇന്ത്യ ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഈ ഒരു ദിവസം തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇന്ത്യൻ സയൻറ്റിസ്റ്റായിരുന്ന CV രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു ദിവസം ശാസ്ത്ര ദിനമായിട്ട് ഇന്ത്യ ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്നറിയപ്പെടുന്നത് വിശ്വേശ്വരയ്യയാണ്. അന്താരാഷ്ട്ര പർവ്വത ദിനം ഡിസംബർ 11-നാണ്. അന്താരാഷ്ട്ര പർവ്വത ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഡിസംബർ 11. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന വാതകമാണ് നൈട്രസ് ഓക്സൈഡ്. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡാണ്. കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് പാകിസ്ഥാനാണ്. ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ഇനി ഖനിയുടെ പേരാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം രാജസ്ഥാനിലെ തന്നെ ഗേത്രി ചെമ്പുഖനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ചിലപ്പോൾ SSC ചില ചോദ്യങ്ങൾ വരാറുണ്ട്, താഴെ കൊടുത്തുള്ളവയിൽ ഏതാണ് ചെമ്പുഖനി എന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഗേത്രി എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഖനിയാണ്. രാജസ്ഥാനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി? ഉത്തരം ലൂണി നദിയാണ്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി അല്ലെങ്കിൽ ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി എന്നായിരിക്കും ചോദിക്കുക. ഉത്തരം ലൂണിയാണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി? ഗോദാവരി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരിയാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്?
ദാദാബായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാബായ് നവറോജിയാണ്. ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ സംഗീതജ്ഞയാണ് MS സുബ്ബലക്ഷ്മി. ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ സംഗീതജ്ഞ MS സുബ്ബലക്ഷ്മിയാണ്. കേളു ചരൺ മഹാപാത്ര ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് ഈ ഒരു മോഡൽ ചോദ്യങ്ങൾ SSC സ്ഥിരമായി ചോദിക്കാറുള്ളതാണ്. ഓരോ നൃത്തരൂപങ്ങളും അതുമായി ബന്ധപ്പെട്ട കലാകാരന്മാരെ പറ്റിയിട്ടുള്ള ചോദ്യം സ്ഥിരമായിട്ട് SSCയുടെ ഒരു ചോദ്യമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേളു ചരൺ മഹാപാത്രയുമായി ബന്ധപ്പെട്ട നൃത്തരൂപം ഏത് എന്നാണ്. ശരിയായിട്ടുള്ള ഉത്തരം ഒഡീസി. കേളു ചരൺ മഹാപാത്ര ബന്ധപ്പെട്ടിരിക്കുന്ന നൃത്തരൂപമാണ് ഒഡീസി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.